സാധാരണ ഞാൻ വെണ്ട നട്ടുണ്ടാക്കാറ് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വിത്ത് വാങ്ങിച്ചിട്ടാണ്. ആ കിട്ടുന്ന വിത്തുകൾക്ക് സാധാരണ ഒരു ചുവപ്പോ പിങ്ക് നിറത്തിലുള്ള ഒരു കോട്ടിങ് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു എന്തോ ഒരു പ്രിസർവേറ്റീവ് ആയിരിക്കണം. നമ്മൾ വീട്ടിൽ വെണ്ട വിത്ത് ഉണ്ടാക്കിയാൽ അതിന് അങ്ങനത്തെ കളറൊന്നും ഉണ്ടാവില്ല. അത് വെണ്ട വിത്തിന് മാത്രമല്ല ഞാൻ കണ്ടിരിക്കണേ, മറ്റ് പല വിത്തുകൾക്കും കണ്ടിട്ടുണ്ട്. മല്ലി വിത്തിനൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം എന്തോ കോട്ടിങ്ങാണ്, കൃമികീടങ്ങൾ ബാധിക്കാതിരിക്കാനുള്ള എന്തോ ആയിരിക്കണം. അപ്പോൾ പലപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം വെണ്ട വിത്ത് ഉണ്ടാക്കി വെച്ചാൽ അത് അധിക നാൾ ഇരിക്കില്ല. കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ ചിലപ്പോൾ കേടായിപ്പോവും. എന്നാലും എല്ലാ പ്രാവശ്യവും ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കും. തരക്കേടില്ലാത്ത വെണ്ടയ്ക്കകൾ കാണുമ്പോൾ 1-2 വെണ്ടയ്ക്ക വിത്തിന് നിർത്തും. ഇത്തവണ ഒരു മുൻകരുതലും കൂടി എടുത്തിട്ടുണ്ട്. ഒരു വടി കുത്തി വെച്ചിട്ട് അതിനെ കെട്ടി വെച്ചിട്ടുണ്ട്. ഇതൊരു വയറിങ്ങിൻ്റെ പൈപ്പാണ്. അപ്പുറത്തൊരു വയറിങ്ങിൻ്റെ ചാനലും കാണാം. എന്നുവെച്ചാൽ ഈയിടെ ഒരു ചെറിയ കാറ്റും മഴയൊക്കെ ഉണ്ടായി. അപ്പോൾ മിക്കവാറും ചെടികളൊക്കെ ഒടിഞ്ഞു വീഴും. പ്രത്യേകിച്ച് വെണ്ട ചെറിയ ചെടിയല്ലേ, അതിന് മുകളിൽ ഭാരം കൂടുതലുള്ള വെണ്ടയ്ക്ക നന്നായിട്ട് വളർന്നു വരുമ്പോൾ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഒന്ന് കെട്ടി വെച്ചിരിക്കണേ. ഇത്തവണയും നോക്കട്ടെ വിത്ത് കിട്ടുമെന്നും. മിക്കവാറും ഞാൻ എന്താ ചെയ്യുക വെച്ചാൽ അങ്ങനെ ഉണ്ടാക്കുന്ന വിത്ത് വേഗം നടും. അധികം കാലം എടുത്തേക്കാനൊന്നും നിൽക്കില്ല. പെട്ടെന്ന് കേടായി പോകണ്ടെന്ന് വെച്ചിട്ട് ഫംഗസൊക്കെ വരാൻ സാധ്യത ഉണ്ടല്ലോ.